ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകക്ഷിയായ ദേശീയ ജനാധിപത്യ സഖ്യവും പ്രതിപക്ഷ മഹാസഖ്യവും തമ്മിലുള്ള വാഗ്വാദങ്ങൾ വ്യക്തിഗത അധിക്ഷേപങ്ങളിലേക്കും ചരിത്രപരമായ ആരോപണങ്ങളിലേക്കും വഴിമാറിയിരിക്കുന്നു. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും BJPയുടെ താരപ്രചാരകനുമായ യോഗി ആദിത്യനാഥ് നടത്തിയ പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച ബീഹാറിലെ ദർഭംഗയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് യോഗി ആദിത്യനാഥ് പ്രതിപക്ഷ മഹാസഖ്യത്തെ രൂക്ഷമായി വിമർശിച്ചത്. മഹാത്മാഗാന്ധിയുടെ 3 കുരങ്ങന്മാരെ ഉപമിച്ചുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷത്തെ 3 കുരങ്ങന്മാർ നയിക്കുന്ന സഖ്യമെന്ന് അധിക്ഷേപിച്ചു. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളായ സമാജ്വാദ് പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, കോൺഗ്രസ് എന്നിവർ ഹിന്ദുവിരുദ്ധരാണെന്നും യോഗി ആദിത്യനാഥ് ആരോപിച്ചു. അധിക്ഷേപത്തിന്റെ സ്വരം തീവ്രമാക്കിക്കൊണ്ട് അദ്ദേഹം 3 പ്രതിപക്ഷ നേതാക്കളെ പപ്പു, തപ്പു, അപ്പു എന്നിങ്ങനെ വിശേഷിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ 3 കുരങ്ങുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ഇന്ത്യ സഖ്യത്തിൽ 3 കുരങ്ങന്മാരുണ്ട്: പപ്പു, തപ്പു, അപ്പു. പപ്പുവിന് സത്യം പറയാൻ കഴിയില്ല, തപ്പുവിന് ശരി എന്താണെന്ന് കാണാൻ കഴിയില്ല, അപ്പുവിന് സത്യം കേൾക്കാനും കഴിയില്ല എന്നാണ് യോഗി ആദിത്യനാഥ് പരിഹസിച്ചത്. ഈ പരാമർശങ്ങളിലൂടെ NDA സർക്കാരിന് കീഴിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ ഈ നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നും അതിനാൽ അവർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.